ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഇപ്പോൾ മാർക്കറ്റ് എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇന്ന് പലരും ട്രേഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ 15 മിനിറ്റ് ചാർട്ട് ഒന്ന് നോക്കാം, നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. 50 മിനിറ്റ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? മാർക്കറ്റ് നമ്മൾ പറഞ്ഞ റേഞ്ചിൽ തന്നെ ഹോൾഡ് ചെയ്യുമായിരുന്നു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എന്തെടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, അതിൻ്റെ ഒരു ചെറിയൊരു സപ്ലൈ എടുത്തു. ബട്ട് ആ റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയതെന്ന് ചോദിച്ചാൽ അല്ല. കാര്യം മാർക്കറ്റിൽ വലിയൊരു ഫോളൊന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വരുന്ന ദിവസങ്ങളിൽ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് സോൺ മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു കണ്ടിന്യൂസ് ഒരു ബുൾ റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 26,460 എന്നുള്ള റേഞ്ച് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർലി നമ്മൾ പറഞ്ഞ റേഞ്ച് തന്നെയാണ്. ആ ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യായിരുന്നു. മാർക്കറ്റ് ഈ ഒരു സെല്ലിംഗ് സോൺ കവർ ചെയ്ത് പോയിട്ടില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോൺ കവർ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ പറയുന്ന ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റിന് പോകാൻ കഴിയത്തുള്ളൂ. സോ അതുവരെ ഈ സെല്ലിംഗ് സോൺ വാലിഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. സോ നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ ഡെസിഷൻസ് നിഫ്റ്റിയുടെ ലെവൽസിനെ പറ്റിയൊക്കെ അറിയാൻ കഴിയും. രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കി നമുക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സിൽ നിൽക്കുന്നത് അദാനി പോർട്സും NTPCയും അദാനി എന്റർപ്രൈസസും പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആൻഡ് HCL ടെക്. അപ്പോൾ അദാനി പോർട്സിൽ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്താ, ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത്തിരി മൂവ്മെന്റ് തന്ന ശേഷമുള്ള ഒരു പുൾ ബാക്കിലാണ് അദാനി പോർട്സ് ഒക്കെ നിൽക്കുന്നത്. നമുക്കിവിടെ നോക്കാം. അദാനി പോർട്സ് ഒന്ന് നോക്കേണ്ട ചാർട്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് അദാനി പോർട്സ് എടുക്കാം. അദാനി പോർട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേ ചാർട്ട് ഇടുകയാണ് ഞാൻ. അദാനി പോർട്സ് നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അദാനി പോർട്സ് കുറേ കാലത്തിന് ശേഷം ഒരു എന്താ പറയുക, ഈ ഒരു സോണിൽ നിന്ന് അപ്സൈഡ് പോവുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അദാനി പോർട്സിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ എവിടെയാണ് സെല്ലിംഗ് പ്രഷർ നേരിട്ടത്? അദാനി പോർട്സ് ഒരു നല്ലൊരു മൊമെന്റത്തിലായിരുന്നു. ഈ 1372 എന്നുള്ള റേഞ്ചിൽ നിന്നും ഒരു 8% മൂവ്മെന്റ് തന്ന് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട മേഖല എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ റേഞ്ച് ആയിരുന്നു 1491. നമ്മൾ സോണായിട്ട് വരച്ചിട്ടുണ്ട്. ഈ സോണിലാണ് മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടത്. ബട്ട് ബയേഴ്സിന്റെ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം ആ സ്റ്റോക്ക് റീവൈൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അദാനി പോർട്സ് വരുന്ന ആഴ്ചകളിൽ നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാം. കണ്ടില്ലേ, 1383 മുകളിൽ തന്നെ 140 എത്തിയപ്പോൾ തന്നെ മാർക്കറ്റിൽ ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. സോ മാർക്കറ്റ് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ള കമ്പനിയിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇന്ന് നല്ലൊരു സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് അദാനി പോർട്സിൽ. മാക്സിമം നല്ല വോളിയം ഉണ്ട്. നിങ്ങൾ വോളിയം നോക്കുകയാണെങ്കിൽ അറിയാം, അത്യാവശ്യം ബെറ്റർ വോളിയം ആണ്. ഈ സെല്ലിംഗ് വോളിയത്തിനെ കാട്ടി എല്ലാം ഒരു ബൈയും വോളിയം ഇന്നുണ്ടായിരുന്നു. സോ അദാനി പോർട്സ് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് 1532 ആൻഡ് 1607 എന്ന റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് എന്തായാലും നടത്തുമെന്ന് നമുക്ക് ഇന്നത്തെ ഒരു മൂവ്മെന്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. സോ കീപ് ക്ലോസ് വാച്ച്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് പരിശോധിച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു ഹുണ്ടായി, അല്ലേ? ഹുണ്ടായി ഞാൻ പറഞ്ഞിരുന്നു ഒരു സപ്പോർട്ട് റേഞ്ചിലേക്ക് വരുവാണെന്ന് പറഞ്ഞിരുന്നു. ഹുണ്ടായി കണ്ടിട്ടില്ലേ? ഹുണ്ടായി ഇന്ന് സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് അപ്സൈഡ് പോയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ എത്ര % ഹുണ്ടായി ഇന്ന് പോയെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി 3% മൂവ്മെന്റ് ഇന്ന് ഹുണ്ടായി ഇന്ന് പോയിട്ടുണ്ട്. സോ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷൻ കണ്ട ആളുകൾക്കറിയാം നമ്മൾ ഹുണ്ടായി ചർച്ച ചെയ്തിരുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ഇന്ന് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞു തരാം. പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിലവിൽ. ആൻഡ് VDL ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്കിപ്പർ ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. ഈ സ്റ്റോക്ക് ഇത്രയും സ്റ്റോക്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിച്ച്. അപ്പം ഇന്നും ഒരു നല്ലൊരു ക്ലോസിംഗ് സ്കിപ്പർ പോലുള്ള സ്റ്റോക്കുകൾ കിട്ടിയിട്ടുണ്ട്. സോ വേറെ ഏത് സ്റ്റോക്കാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ HEG എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. HEG ഞാൻ ഇന്ന് ബൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ടാർഗറ്റ് ഞാൻ 620 ആയിരിക്കും നോക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുക എന്നറിയാനായിട്ട്. തിലക് നഗർ നമ്മളെല്ലാം പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല, പ്രൈവറ്റ് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു തിലക് നഗർ വാങ്ങിയപ്പോൾ. ആൻഡ് ഇന്ന് നല്ലൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കുറച്ചധികം സ്റ്റോക്സ് നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യൂ പവർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 994 ഇപ്പോൾ 1090 റേഞ്ചിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ കുറച്ച് നല്ല സ്റ്റോക്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ ഇതെല്ലാം ടാർഗറ്റ് അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് IOC ആണ്. വളരെ ക്ലാസിക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കാണ് ഇന്ന് IOCയിൽ കാണാൻ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള ബ്രേക്ക്ഔട്ടാണ്. IOC ഏത് റേഞ്ചിലാണ് സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ IOC ഒരുപാട് തവണ 155 റേഞ്ച് ബ്രേക്ക് ചെയ്തു. ആൻഡ് നമ്മൾ പല വീഡിയോസിൽ നമ്മൾ IOCയെ കുറിച്ച് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 155 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ IOCയിൽ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത്തിൽ മാർക്കറ്റ് മൂവ്മെന്റ് കാണാമെന്ന്. ഇന്ന് അതേപോലെ തന്നെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. 162 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ IOC ഞാൻ കുറച്ച് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുകയാണ്. ആൻഡ് 177 to 180 റേഞ്ചിലേക്ക് IOCയിൽ ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ എല്ലാവരും ഈ സ്റ്റോക്ക് IOC വരുന്ന ദിവസങ്ങളിലേക്ക് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതേപോലെ കമന്റ് ബോക്സിൽ ഇട്ടാൽ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അടുത്തതിന് ഗ്രാഫൈറ്റ് ഇന്നലെ ബൈ ചെയ്തിരുന്നു. ഗ്രാഫൈറ്റ് ഇന്നും പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നല്ല സ്റ്റോക്സ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മേ ബി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെ പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതൽ സ്റ്റോക്സുമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.